തിരുവനന്തപുരം ജില്ലയ്ക്ക് കളക്ടർ മഴ കാരണം അവധി പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മുടെ ഫ്ലാറ്റ് കുറച്ച് മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുമ്പിൽ ഹൈവേ ആയതുകൊണ്ട് അവിടെയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡിൽ കടലുണ്ട്, അതുപോലെ കുറച്ച് തോടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇത്തിരി വെള്ളം പൊന്തിയിട്ടുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. തൊട്ടുള്ളത് MGM സ്കൂളാണ്. അവിടെയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും പിള്ളേർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഈ രാവിലെ എണീക്കുമ്പോൾ സ്കൂളില്ല എന്ന് കേൾക്കുന്നത് ഒരു സന്തോഷമാണല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ, ഡ്രസ്സ് മാറാൻ തുടങ്ങുമ്പോൾ ഇന്ന് സ്കൂളില്ല എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ രാവിലെ തന്നെ വാഗ്വാദങ്ങളും വിശേഷങ്ങളും ഒക്കെ പറച്ചിലാണ് കേട്ടോ ഇവിടെ. സ്കൂളില്ലാത്ത ദിവസമായി കഴിഞ്ഞാൽ ഒരു ഇഴഞ്ഞ മട്ടാണ് കേട്ടോ. എല്ലാ പണികളും ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞേ പോവുള്ളൂ. അതാ കുട്ടികളുടെ പണികളായാലും ശരി, വലിയവരുടെ പണികളായാലും ശരി, ഫുഡ് കഴിക്കുന്ന രീതിയാണെങ്കിൽ ഒന്നിനും ഒരു റൂട്ടീനും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാൻ പഫ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്നതാണ് ഈ ബഫറ്റിൻ്റെ പഫ് പേസ്ട്രി ഷീറ്റ്സ്. നമ്മുടെ ലുലുന്ന് കുറച്ച് നാൾ മുമ്പ് മേടിച്ചതാണ്. 125 രൂപയായിട്ടാണ് ഇതിൻ്റെ വില. അന്ന് അതിന് 50% ഓഫറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. 5 ഷീറ്റാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് പഫ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് മുമ്പ് ഞാൻ മറ്റേ സ്വിറ്റ്സിൻ്റെ പഫ് പേസ്ട്രി ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബഫറ്റിൻ്റെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഇതിൽ 2 എണ്ണം ഞാൻ എയർ ഫ്രയറിലും 3 എണ്ണം OTGയിലും ആണ് കേട്ടോ ട്രൈ ചെയ്തത്. എയർ ഫ്രയറിൽ ട്രൈ ചെയ്തപ്പോൾ PGൻ്റെ ആണ് ഇവിടെ എയർ ഫ്രയർ ഉള്ളത്. അതിൽ സമൂസയുടെ ഓപ്ഷൻ ഇട്ടിട്ട് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചപ്പോൾ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പപ്സ് കിട്ടി. പിന്നെയുള്ള 3 എണ്ണം ഞാൻ OTGയിലാണ് വെച്ചത്. 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ എനിക്കെന്തോ എയർ ഫ്രയറിൽ വെച്ചതാണ് കേട്ടോ കൂടുതലും ഇഷ്ടപ്പെട്ടത്. OTGയിൽ വെച്ചതിന് ഇത്തിരി ഭാഗം കരിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ പേസ്ട്രി ഷീറ്റ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ചിക്കനോ മുട്ടയോ പനീറോ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എനിക്ക് ഈ പപ്സ് കഴിക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർമ്മ വരും കേട്ടോ, മുമ്മു. അവളാണ് ഈ പപ്സ് കട്ട് ചെയ്ത് കഴിക്കാൻ എന്നെ പഠിപ്പിച്ചത്. കടകളിൽ പോയി കഴിഞ്ഞാൽ അവളൊരു പപ്സും ഒരു ജ്യൂസും ഓർഡർ ചെയ്യും. എന്നിട്ട് ആ ചേട്ടനോട് പറയും ഇതൊന്ന് കട്ട് ചെയ്ത് തന്നേന്ന്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ ഇത് 4 ആക്കി കട്ട് ചെയ്ത് സോസ് അതിൻ്റെ മീതെ ഇങ്ങനെ സിക്സാഗ് പോലെ ഒഴിച്ചിട്ട് കൊടുന്നു തരും കേട്ടോ. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടപ്പാളായിരുന്നു കേട്ടോ. അവിടെയുള്ള ബേക്കറിയിൽ നിന്ന് അവൾ സ്ഥിരമായിട്ട് പപ്സ് മേടിക്കും. അതും ഇതുപോലെ കട്ട് ചെയ്ത് മേടിക്കും. അന്ന് തൊട്ട് ഞാൻ നമ്മുടെ ജ്യൂസ് കടകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പപ്സ് തിന്നുമ്പോൾ അവരോട് പറയും ചേട്ടാ ഒന്ന് കട്ട് ചെയ്ത് തന്നേന്ന്. തിന്നാനും ഭയങ്കര സുഖമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഇന്ന് 4 ആക്കി കട്ട് ചെയ്ത് സോസൊക്കെ ഒഴിച്ച് അങ്ങ് കഴിച്ചു. പപ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയുടെ കോലം ഇങ്ങനെയായി കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അടുക്കള 4 ആവും. ഞാൻ ഈ യൂട്യൂബിൽ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ, എന്ത് നീറ്റാക്കിയിട്ടാണ് വെക്കുന്നത്. പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ പോലെ, അതുപോലെ കിടക്കൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതേപോലെ കിടക്കുന്നു. അതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതാണോ അതോ അറിയില്ല കേട്ടോ. അപ്പോൾ ഇവൻ എഴുതുന്ന ഈ ബുക്ക് ഉണ്ടല്ലോ, ഇത് റഫ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ബുക്കാണ് കേട്ടോ. 28 രൂപയാണ്, 300 പേജും ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇതുപോലെ വരച്ച് കളിക്കാനും എഴുതി പഠിക്കാനും മാത്സ് ചെയ്ത് പഠിക്കാനും ഒക്കെ ആയിട്ട് ഈ ബുക്ക് തന്നെ ധാരാളമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള ജോൺസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനറിയിൽ ഇത് കിട്ടും. ഇതിൻ്റെ വരയിട്ടതും വരയിടാത്തതും ഒക്കെ കിട്ടും. വളരെ വില കുറവുമാണ്. നമുക്ക് കുറേ നാളത്തേക്ക് ഇത് പിള്ളേർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അത് അങ്ങനെ പഠിപ്പും പപ്സ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ കുന്നിൽ അടുത്ത് തന്നെയുണ്ട് കുന്നിൽ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് ഓരോ സാധനങ്ങളുടെ വില കൂടിയതും കുറഞ്ഞതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഇത്തിരി വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ മാസത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സവോളയ്ക്കും തക്കാളിക്കൊക്കെ വില ഇത്തിരി കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി. പിന്നെ വാട്ടർ ബോട്ടിൽ മേടിക്കാണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പിള്ളേരിനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു യുദ്ധമാണല്ലേ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചില കുട്ടികളേ ഉള്ളൂ കേട്ടോ, മോൻ നേരെ തിരിച്ചായിരുന്നു. അവൻ ഒരു കാര്യം പോലും നമ്മളോട് വേണമെന്നും അറിയില്ല. നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അവൻ ഹാപ്പി ആവും എന്നല്ലാതെ അവനായിട്ടൊന്നും പറയില്ലായിരുന്നു കേട്ടോ. എന്നാൽ മോള് നേരെ തിരിച്ചാണ്. അവൾക്ക് അവിടെ കണ്ട എല്ലാ ഐറ്റംസും വേണം. അതിനുശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴക്കൂട്ടത്തുള്ള ചിക്ക് പോപ്പിലോട്ടാണ് കേട്ടോ വന്നേ. പണ്ട് സ്റ്റാർ ബിരിയാണി ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ചിക്ക് പോപ്പ് ഉള്ളത്. ബാക്കിയുള്ള KFCയും അതുപോലെ തന്നെ അൽബേക്കും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇവിടെ ഫ്രൈഡ് ചിക്കനും ബർഗറും ഫലൂഡയും അതുപോലെ തന്നെ പലതരം ജ്യൂസുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ മോമോസും ഉണ്ട്.
ഇവിടെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോംബോസും ഉണ്ട്. അപ്പോൾ പിള്ളേർ എന്തായാലും നന്നായി എൻജോയ് ചെയ്തു. സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. മുമ്പിൽ തന്നെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ പോവാത്തവർ എന്തായാലും ഇവിടെ ഒന്ന് പോയി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. OTTയിൽ റിലീസായിട്ടുള്ള സുമതി വളവ് കാണാനിരുന്നു കേട്ടോ. നല്ലൊരു പടം, എന്തായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഫാമിലി വ്ളോഗ്സിനും റൂട്ടീൻ വ്ളോഗ്സിനും ഒക്കെ ആയിട്ട് ഇഷ്ടമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.